സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ പരിശുദ്ധ കന്യാസ്ത്രീ മറിയം അസ്വസ്ഥയാകുന്നു എന്നാണ് പറയുന്നത്. മാലാഖ മറുപടി കൊടുക്കുന്നു, ഭയപ്പെടേണ്ട എന്ന്. എന്തു പറഞ്ഞപ്പോഴാണ് ഇവൾ അസ്വസ്ഥയായത്? മാലാഖയെ കണ്ടിട്ടൊന്നുമല്ല, മറിച്ച് മാലാഖ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടാണ്. കർത്താവ് നിന്നോട് കൂടെ, ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളെ എന്നൊക്കെ വിളിച്ചത് കേട്ടിട്ടാണ് അവൾ അസ്വസ്ഥയായത്. അതായത്, ഇതിനു മാത്രമുള്ള യോഗ്യത എനിക്കുണ്ടോ? ഞാനതിന് ഇത്രമാത്രം യോഗ്യവതിയാകാൻ ഞാൻ ആരാണ് എന്നൊക്കെയുള്ള ചിന്തയാണ് അവളെ അസ്വസ്ഥപ്പെടുത്തിയത്. അവൾ എളിമയുള്ളവളായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് സ്വസ്ത്രഗീതത്തിൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന് അമ്മ പറയാൻ കാരണം. വചനം കേട്ടിട്ട് അസ്വസ്ഥയാകുന്നുണ്ടോ നമ്മൾ? ഇത്രമാത്രം ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വചനം കേൾക്കുന്നവരെല്ലാം, കർത്താവ് നിന്നോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നവരെല്ലാം ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ്. അങ്ങനെ ഒരു ഭാഗ്യം നമുക്കും കിട്ടിയതായിട്ട് ചിന്തയുണ്ടോ? മുന്നോട്ട് പോകാം, ആഗ്രഹിക്കാം. ഞാനൊരു ഭാഗ്യവാനാകണം, ഭാഗ്യവതിയാകണം. സങ്കീർത്തനത്തിൽ പറയുന്നു, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് പൊറുതിയും ലഭിച്ചവൻ ഭാഗ്യവാൻ. ഞാനൊരു ഭാഗ്യവാനാകട്ടെ, ഭാഗ്യവതിയാകട്ടെ എന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.